ഒരു പാരഡി പാട്ടുണ്ടാക്കിയ പൊല്ലാപ്പുകളാണല്ലോ ഇപ്പോൾ കേരളമാകെ ചർച്ചാ വിഷയം. അയ്യപ്പ ഭക്തിഗാനമായ സ്വാമിയേ അയ്യപ്പോ എന്ന പാട്ടിന്റെ ഈണത്തിൽ ഇറങ്ങിയ പോറ്റിയെ കേറ്റിയെ എന്ന ഒരു പാരഡി ഗാനം. അതേ ചൊല്ലി ഇനി ഉയരാത്ത വിവാദങ്ങളൊന്നുമില്ല. പാട്ട് ആരുടെയൊക്കെയോ വികാരം മുറിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴിതാ വികാരം മുറിപ്പെട്ടെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു പരാതിയും ചെന്നിരിക്കുന്നു. ആ പരാതിയിൽ പാട്ടുണ്ടാക്കിയ 4 പേർക്കെതിരെ കേസും എടുത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാർ ഭരിക്കുന്ന കേരളത്തിലാണത്രേ ഒരു പാരഡി പാട്ട് പാടിയതിന് കേസെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ ആരുടെയൊക്കെ വികാരമാണ് ഇത്ര വലിയ വ്രണമായത് എന്നാണ് ഇനി അറിയേണ്ടത്. വ്രണപ്പെട്ടത് വിശ്വാസികളുടെ വികാരമാണോ അതോ പാർട്ടിയുടെ വികാരമാണോ എന്നൊക്കെയുള്ള ഘനഗംഭീര ചർച്ചകൾ മുറക്കി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാട്ടുകൊണ്ട് നഷ്ടമുണ്ടായത് നമ്മുടെ ഭരണ പാർട്ടിയായ CPM-നാണ്. നേട്ടം കൊയ്തത് UDF-ഉം. സ്വാഭാവികമായും ആർക്കായിരിക്കും വികാരം വ്രണപ്പെട്ടിരിക്കുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സംഭവം വലിയ വിവാദമായതോടെ ഗാനവിവാദത്തിൽ പിൻവലിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകളോ നടപടികളോ സ്വീകരിക്കേണ്ടതില്ല എന്ന് പോലീസിന് നിർദ്ദേശം നൽകി. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കിടേഷിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് പുതിയ കേസുകൾ എടുക്കേണ്ടതില്ല എന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാട്ട് നീക്കണമെന്നാവശ്യപ്പെട്ട മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും പാട്ട് സൈബർ പോലീസ് നീക്കം ചെയ്തിരുന്നു. ഇനി അത്തരം നടപടികളും വേണ്ട എന്നാണ് നിർദ്ദേശം. നേരത്തെ എടുത്ത കേസുകളും പിൻവലിച്ചേക്കും. പാട്ടിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ചോദ്യം ചെയ്യുന്നതും ഒഴിവാക്കിയേക്കുമെന്നാണ് വിവരം. എന്തിനാണ് വെറുമൊരു പാരഡി പാട്ടിനോട് ഈ പരാക്രമം കാണിച്ചത് CPM? അതറിയണമെങ്കിൽ പാട്ടിന്റെ ഉത്ഭവം മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. ഒപ്പം കേസിന്റെ നിയമവശം കൂടി അറിയണം. അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട ഭീകര തിരിച്ചടി എല്ലാവരും കണ്ടതാണല്ലോ. അത്രമേൽ കടുത്ത ഒരു തോൽവി LDF ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ തോൽവിക്ക് നിദാനമായ പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒരു പാരഡി പാട്ടായിരുന്നു UDF-ന്റെ പ്രചാരണങ്ങളിൽ മുഴച്ചു നിന്നിരുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വലിയ രാഷ്ട്രീയ വിവാദമായ സമയത്തായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രമേയമാക്കി ഒരു പ്രവാസി രചിച്ച് മലപ്പുറത്തെ ഒരു മാപ്പിളപ്പാട്ടുകാരൻ ചിട്ടപ്പെടുത്തിയ ഒരു പാരഡി ഗാനമായിരുന്നു പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ നഖശിഖാന്തം പരാമർശിച്ച ഈ പാട്ട് വലിയ ഓളമുണ്ടാക്കി. ശബരിമലയിൽ ആര് സ്വർണ്ണക്കൊള്ള നടത്തിയെന്നും അവർ ആരായിരുന്നുവെന്നും വിളിച്ചോതുന്ന ഈ പാട്ട് സ്വാഭാവികമായും LDF-നെതിരെ തിരിഞ്ഞു. ഖത്തറിൽ പ്രവാസിയായ GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്ന നാദാപുരംകാരനാണ് ഈ പാട്ട് എഴുതിയത്. ഹനീഫ മുടിക്കോട് എന്ന മാപ്പിളപ്പാട്ടുകാരൻ ഗാനം സ്വാമിയെ അയ്യപ്പോ എന്ന ഈണത്തിൽ ചിട്ടപ്പെടുത്തി. മലപ്പുറം സ്വദേശിയാണ് ഹനീഫ മുടിക്കോട്. മലപ്പുറം സ്വദേശിയായ സുബൈർ പന്തല്ലൂരാണ് തന്റെ സ്റ്റുഡിയോയുടെ പ്രമോഷനായി ഗാനം പുറത്തിറക്കിയത്. പാടിയത് ഡാനിഷ് എന്ന വിദ്യാർത്ഥിയും. അങ്ങനെ താനൂരിൽ നടന്ന UDF-ന്റെ രാഷ്ട്രീയ ഗാനസന്ധിയിൽ ആദ്യമായി ഗാനം ഡാനിഷ് പൊതുവേദിയിൽ പാടി. മറ്റു പാട്ടുകളേക്കാൾ ഏറെ ആകർഷിക്കപ്പെട്ടത് ഈണം കൊണ്ടും വരികളുടെ കരുത്തുകൊണ്ടും ഈ ഗാനം തന്നെയായിരുന്നു. പോറ്റി ഗാനം UDF-ന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനമാക്കാൻ പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല. കേരളം മുഴുവൻ അലയടിച്ച ഈ ഗാനത്തിന്റെ കൂടി പിൻബലത്തിൽ UDF കേരളം തൂത്തുവാരുന്ന കാഴ്ചയ്ക്കും നാം സാക്ഷിയായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടി LDF-ന് കിട്ടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും വരാത്ത ഒരു വിവാദം ഈ പാരഡി പാട്ടിന്റെ ചുവട് പിടിച്ച് വന്നത് അപ്പോഴായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മുറിപ്പെടാത്ത വികാരം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുറിപ്പെട്ടു. വലിയ വ്രണമായി. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടുവെന്നും കാണിച്ച് തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പോലീസിന് ഒരു പരാതി നൽകി. PT കുഞ്ഞുമുഹമ്മദ് എന്ന ഇടതുപക്ഷ സംവിധായകനെതിരായ ലൈംഗിക പീഡന പരാതി 2 ആഴ്ചക്കാലം പരണത്ത് വെച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പോലീസ് പക്ഷേ ഈ പരാതി കിട്ടിയതും തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങി. ആരടാ അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്ന് ചോദിച്ച്. പരാതി കിട്ടിയതും കേസും രജിസ്റ്റർ ചെയ്തു. പാട്ടെഴുതിയ GP കുഞ്ഞബ്ദുള്ളയും തിരക്കിട്ട FIR എഴുതിയപ്പോൾ കുഞ്ഞബ്ദുള്ള കുഞ്ഞിപ്പിള്ളയായി കേട്ടോ. അതുപോട്ടെ,
കുഞ്ഞബ്ദുള്ളയും പാട്ടൊരുക്കിയ സുബൈർ പാന്തല്ലൂരും ഹനീഫ മുടിക്കോടും പാട്ടുപാടിയ ഡാനിഷ് മുഹമ്മദും അങ്ങനെ 4 പേരും പ്രതികളുമായി. മാത്രമല്ല വെടിവെച്ചവരും തിരികൊളുത്തിയവരും മാത്രമല്ല, വെടിയൊച്ച കേട്ടവരും അഥവാ പാട്ട് പ്രചരിപ്പിച്ചവരും കുറ്റക്കാരാകുമെന്ന് കേൾക്കുന്നു. ഗാനം ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകാൻ ഒരുങ്ങിയതാണ്. അതും നല്ല കാര്യം. ഒറ്റ നിയമലംഘനം വെച്ച് പൊറുപ്പിക്കരുതെന്നേ. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെയൊരു മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന വസ്തുത ഈ പാട്ടിലുണ്ടോ? അതിൽ ഈ 4 പേർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ സംശയം. ഇനി കുറച്ച് നിയമപരമായ വിശദീകരണങ്ങൾ കൂടി കേൾക്കാം. ഭാരതീയ ന്യായ സംഹിതയുടെ 299 വകുപ്പ് പ്രകാരമാണ് പാട്ടിന്റെ സൃഷ്ടാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ പ്രസ്തുത വകുപ്പിൽ ഈ പ്രസ്തുത പാട്ട് എഴുതിയത് കൊണ്ടോ ഈണം നൽകിയത് കൊണ്ടോ പാടിയത് കൊണ്ടോ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ് നിയമവിശാരദന്മാർ പറയുന്നത്. മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പറയുകയോ എഴുതുകയോ ചെയ്ത വാക്കുകളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ പൗരന്മാരുടെ മതവിശ്വാസം വ്രണപ്പെട്ടാൽ മാത്രമേ പ്രസ്തുത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ സാധിക്കൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മല കയറുമ്പോൾ പോലും പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ചു പറയുന്ന ആരാധനാ സംസ്കാരമുള്ളിടത്ത് വലിയൊരു കൊള്ളയെക്കുറിച്ച് അയ്യപ്പനോട് പറയാൻ ഒരു പാട്ടെഴുതിയതിൽ എന്താണ് തെറ്റ്? അതിനുള്ള സ്വാതന്ത്ര്യം കൂടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിലും 25 വകുപ്പ് പ്രകാരം ആരാധനാ സ്വാതന്ത്ര്യം എന്ന പേരിലും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസ് ഒരു തരത്തിലും ഇതിലെടുക്കാൻ കഴിയില്ല എന്നാണ് മുതിർന്ന അഭിഭാഷകനും മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലുമായ T. അസഫ് അലിയും പറയുന്നത്. ഏതെങ്കിലും 2 മതവിഭാഗങ്ങൾ തമ്മിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വരി പോലും ആ ഗാനത്തിലില്ല. ആകെ ചുമത്താൻ പറ്റുന്നത് BNS 196, പോലീസ് ആക്ട് 118D തുടങ്ങിയ വകുപ്പുകളാണ്. ഇതാകട്ടെ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും. എന്നാൽ OTA KTA ഗാനത്തിന്റെ വിഷയത്തിൽ ഈ വകുപ്പുകളൊന്നും നിലനിൽക്കില്ല എന്നുകൂടി T. അസഫ് അലി പറയുന്നു. ഇനി ഒരു അല്പം രാഷ്ട്രീയമാകാം. പാട്ടിന്റെ വരികൾ വിശ്വാസികളുടെ വികാരമാണോ അതോ ഏതെങ്കിലും പാർട്ടിയുടെ വികാരമാണോ വ്രണപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഗാനത്തിനെതിരെയുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിട്ടുമുണ്ട്. വിഷയം അവഗണിക്കേണ്ടതിന് പകരം ഉയർത്തിക്കൊണ്ടുവരുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച സജീവ ചർച്ചയായി നിലനിർത്താൻ മാത്രമേ ഉപകരിക്കൂവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. കോൺഗ്രസും ലീഗും ഗുരുതരമായ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന തരത്തിൽ പാരഡി ഗാനം ഉപയോഗപ്പെടുത്തിയെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം വാദിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പാണ് പരാതിക്കും നടപടികൾക്കും പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വവും ആരോപിക്കുന്നു. പാർലമെന്റിന് മുന്നിൽ MP-മാർ ഉൾപ്പെടെ പാട്ട് ഏറ്റുപാടുന്ന സ്ഥിതി വരെ ഉണ്ടായി. വിശ്വാസത്തെ ഹനിക്കുന്നതാവണമെങ്കിൽ അത് പരിശോധിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച പ്രതിഫലിച്ചിട്ടില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞുവെങ്കിലും അതേക്കുറിച്ചുള്ള പാട്ടിലെ കുറച്ചു വരികൾ പാർട്ടി കേന്ദ്രങ്ങളെ വല്ലാതെ വ്രണപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവായി തയ്യാറാക്കാറുള്ള ഗാനത്തിന്റെ കൂട്ടത്തിലാണ് ഇതും തയ്യാറായത് എന്നാണ് സുബൈർ പന്തല്ലൂർ എന്ന ഗാനത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാൾ പറയുന്നത്. വിശ്വാസികൾക്കും അയ്യപ്പ ഭക്തരായ നിരവധി അമ്മമാർക്കും പാട്ട് നല്ലോണം ബോധിച്ചുവെന്നാണ് സുബൈർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പാർട്ടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകാണ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് കേസെടുത്തത്. മതവികാരം വ്രണപ്പെടുത്തൽ, സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സർക്കാർ അതിൽ നിന്ന് U-ടേൺ അടിച്ചിരിക്കുകയാണ്. അതെന്തായാലും നല്ല തീരുമാനം. കേസുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് സർക്കാരിനും നല്ലത്.